അറബ് രാജ്യങ്ങളുടെ സഹകരണവും ഐക്യവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 33ാമത് അറബ് ഉച്ചകോടി നാളെ ബഹ്റൈനിലെ മനാമയിൽ നടക്കും. മേഖലയുടെ സമഗ്ര വികസനം ഉൾപ്പെടെ ചർച്ചയാകുന്ന ഉച്ചകോടിയിൽ വിവിധ അറബ് രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ പങ്കെടുക്കും. അറബ് മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്താനും പരമാധികാരം സംരക്ഷിക്കാനും ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെ നാളെ ആരംഭിക്കുന്ന അറബ് ഉച്ചകോടിയിൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അധ്യക്ഷത വഹിക്കും. മേഖല സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് സുപ്രധാനമായ ഉച്ചകോടിക്ക് ബഹ്റൈൻ വേദിയാവുന്നത്. പരസ്പര ചർച്ചയും സഹകരണവും വഴി എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അറബ് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളുടെ ഒത്തുചേരൽ. മേഖലയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കുവാനും അറബ് രാജ്യങ്ങളുടെ പുരോഗതിയും സമാധാനപൂർണമായ അന്തരീക്ഷവും സുരക്ഷയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി ചേരുന്നതെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ വ്യക്തമാക്കിയിരുന്നു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ സമ്മേളനത്തിന്റെ മുന്നൊരുക്ക യോഗങ്ങളിൽ പങ്കെടുക്കുന്ന പ്രതിനിധി സംഘ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാവരെയും ഉച്ചകോടിയിലേക്ക് സ്വാഗതം ചെയ്യവേ സംയുക്ത അറബ് സഹകരണവും ഏകോപനവും ശക്തിപ്പെടുത്തുന്നതിന് ബഹ്റൈൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫലസ്തീനിലെ വേദനാജനകമായ സാഹചര്യങ്ങളും മേഖലയിലെ വർദ്ധിച്ചുവരുന്ന തീവ്രവാദ ഭീഷണിയും സമ്മേളനം ഗൌരവതരമായി ചർച്ച ചെയ്യുമെന്ന് ഉച്ചകോടിയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയ യോഗത്തിന് ശേഷം വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. ഉച്ചകോടി വിജയിപ്പിക്കുന്നതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.